നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗലിന് പരാജയം. നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് കളി നടന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്ലൊവേനിയയാണ് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത്. സ്ലൊവേനിയയ്ക്ക് വേണ്ടി സെറിനും അതുപോലെ എൽസ്നിക്കുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ പോർച്ചുഗലിനായിട്ട് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ജാവോ ഫെലിക്സ്, ഒറ്റാവിയോ എന്നിവർ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് സ്പൊറാറും സെസ്കോയും ചേർന്നുകൊണ്ടാണ് സ്ലൊവേനിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 72-ാമത്തെ മിനിറ്റിൽ സെറിനിലൂടെ സ്ലൊവേനിയ മുന്നിലെത്തി. 80-ാമത്തെ മിനിറ്റിൽ എൽസ്നിക്ക് കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് സ്ലൊവേനിയ സ്വന്തമാക്കിയിരിക്കുന്നത്. കളിക്ക് ശേഷം ക്രിസ്ത്യാനോ ഹാപ്പി ആയിരുന്നില്ല. റഫറിയുടെ ചില തീരുമാനങ്ങൾ പോർച്ചുഗലിനെതിരായിരുന്നു എന്നാണ് ചില നിരീക്ഷണങ്ങളും വരുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതികരണവും ഉണ്ടായിരുന്നത്. എന്തായാലും കളി 2-0 എന്ന രൂപത്തിൽ പോർച്ചുഗൽ പരാജയപ്പെടുന്നു. സമീപകാലത്തൊന്നും പോർച്ചുഗൽ ഇങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല എന്ന കാര്യം കൂടി നോക്കുക. പ്രത്യേകിച്ച് ഒരു കളിയും തോൽക്കാതെയാണ് യൂറോ ക്വാളിഫയറിൽ അവർ യൂറോ കപ്പിലേക്ക് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇപ്പോഴിതാ സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പോർച്ചുഗൽ പരാജയപ്പെട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.